വിദ്യാർത്ഥി വിദ്യാഭ്യാസം തുടങ്ങുന്ന അമ്മയുടെ ഇന്നു മുതൽ നടക്കുന്ന ആർട്ട് ക്യാമ്പിന് വലിയ പ്രാധാന്യം. പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള അതിൻ്റെ ഓരോ പ്രദേശങ്ങളും ചിത്രചാരുതയോടുകൂടി കുട്ടികളുടെ സഹകരണത്തോടുകൂടി ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമാക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആശയം കുട്ടികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നത്. നവോദയ വിദ്യാലയയുടെ ഇയർ തീമായ ഗ്രീൻ ഇന്ത്യ ഹെൽത്തി ഇന്ത്യ എന്ന കോൺസെപ്റ്റ് തികച്ചും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്നതാണ്. അത് കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് കലയിലൂടെ എങ്ങനെ വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണവും നടത്തിയെടുക്കാം എന്നുള്ളതിനെ മുൻനിർത്തി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്രയും നേരം നമ്മളോട് സഹായിച്ച് സംസാരിച്ച് ജ്യോതിലാൽ സാറിനും ബിനു സാറിനും പ്രിൻസിപ്പൽ സാറിനും സജികുമാർ സാറിനും പിന്നെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദിയുണ്ട്. നല്ലൊരു സക്സസ് ആക്കാൻ പറ്റും, നല്ല വിജയമായിരിക്കും വിശ്വസിച്ചുകൊണ്ട് I was the principal of JNV Alappuzha between 2005 and 2007. I happened to visit this Vidyalaya on this day, and I was extremely happy to know the recent developments, and I wish the Yes, sir. Thank you, sir.
So it is a best wishes for the art workshop. I think what Navodaya Vidyalayas are promoting artistic talent of the students. Definitely the Jyothilal Vidyalaya is promoting all these talents. My best wishes for that. Binu ഗംഭീരമായിരിക്കുന്നു കേട്ടോ. മോനെ ശകലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കടാ. ബ്രഷ് ഓടട്ടെ. എങ്ങനെയുണ്ട് മാഡം? സ്കൂളിനൊരു ഒരു ചൈതന്യമായില്ലേ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ? ഇങ്ങനെ അറ്റം വരെ ഉണ്ട്. ലാസ്റ്റ് പറയും ഇതൊന്ന് ഇതിൻ്റെയൊക്കെ മാർക്ക് ഓക്കെ. തീർച്ചയായും നവോദയ വിദ്യാലയത്തിലെ ആർട്ട് അധ്യാപകനായി സജി സാർ വന്നതിന് ശേഷം വളരെ മോശമായി കിടന്നിരുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ്, വർഷങ്ങളോളം കാടും അഴുക്കും പിടിച്ച് കിടന്നൊരു വെയിറ്റിംഗ് ഷെഡ് വളരെ പുനർനിർമ്മിക്കുകയും അതിൽ ആർട്ട് വർക്കുകൾ നടത്തി നാട്ടുകാർക്കും വളരെ ശ്രദ്ധാകേന്ദ്രമായ, എനിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ ഏറ്റവും ഭംഗിയായി നിലനിൽക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡായി മാറ്റുവാൻ നമ്മുടെ നവോദയ വിദ്യാലയത്തിലെ കുട്ടികളും സാറും ശ്രമിച്ചതിന് ഫലമായി സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ തന്നെ ഈ നവോദയയുടെ മതിലുകൾ വിഹീനമായി കിടന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കി അതിൽ നമ്മുടെ ആധുനിക കലാരൂപങ്ങൾ, ചിത്രകലാരചനകൾ ജ്യോതിലാൽ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തി നാട്ടിലെ വളരെ ആകാംക്ഷയോടാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. നമ്മുടെ പരിസര ശുചീകരണവും നിത്യശുചീകരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെയധികം സന്ദേശങ്ങൾ, ഒരു മൂല്യാധിഷ്ഠിത സന്ദേശം നൽകുവാൻ ഇതിന് കഴിയുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു ആശയമാണ്. ഇതിനെ വളരെ നല്ലൊരു പ്രോത്സാഹനം കൊടുക്കേണ്ടതായ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ വളരെ നിർവൃതിയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ കാണുന്നത്. ഇതിന് എല്ലാവിധ
പ്രത്യക്ഷമില്ല വളം. അതായത് ഒരു ഗ്ലോബിനകത്ത് അകത്തല്ല അതായത് നമ്മൾ തന്നാൽ മതി. ടീം വർക്കിന്റെ മാറ്റത്തെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി. എന്ത് കാര്യം ടീം വർക്ക് കൊണ്ടാണ് വളരെ പ്രശ്നമായിട്ട് ആർട്ടിസ്റ്റുകളിൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നല്ലൊരു ക്യാമ്പായിരുന്നു ഞങ്ങൾക്കിത്. ഹലോ, ഇത് ഞങ്ങൾക്കൊരു ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് യോഗ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ യോഗയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വരയ്ക്കുക, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അറിയാനും പിന്നെ മറ്റ് സംഭവങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. പഠിക്കാൻ പറ്റി, നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കുറേ ക്ലാസ്സൊക്കെ കിട്ടി. സാറിൻ്റെ ക്ലാസ്സൊക്കെ ക്യാമ്പിലൂടെ ഞങ്ങൾക്ക് കുറേ അറിവ് കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ക്യാമ്പ് നല്ലൊരു ക്യാമ്പാണ്. ഞങ്ങൾക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. മാത്രമല്ല ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ക്യാമ്പ് നല്ല എക്സ്പീരിയൻസ് ആണ്. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ക്യാമ്പ് നല്ലതാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗും ആണ്. എല്ലാവരുടെയും കഷ്ടപ്പാട് വളരെ നല്ലതാണ്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ പാടുള്ളവർക്ക് അറിയാവുന്നവരൊക്കെ പറഞ്ഞു കൊടുക്കും. എല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ. ഈ ക്യാമ്പിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് എങ്ങനെ പ്രയോജനപ്പെട്ടു? പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എഞ്ചൽ, ഈ ക്യാമ്പിലൂടെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. കുറേ നല്ല നല്ല ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ കുറേ ഇതെങ്ങനെ അടുത്ത ഇത് ഇപ്പോൾ ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇനിയിപ്പം എവിടെ വേണമെങ്കിലും പോയി ഇതുപോലെ ചെയ്യാം. കോൺഫിഡൻസ് ലെവൽ കൂടില്ല. നമ്മളെ ഈ ക്യാമ്പിനെ കുറിച്ച് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എന്താണ് അഭിപ്രായം? പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പം ചെയ്യാനായിട്ട്. പിന്നെ എല്ലാവരും വന്ന് പറയുന്നൊക്കെയുണ്ട് നല്ലതാണ്, നല്ല കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവരും വന്ന് നല്ല അഭിപ്രായം. പ്രോത്സാഹനമുണ്ട്. പ്രോത്സാഹനമൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ. മോന് എന്ത് പറയുന്നത്? രണ്ടുപേരും ക്യാമറയുടെ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെയിൻറ്റുമായിട്ടും അതുമായിട്ടും ബ്രഷ് അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ നാട്ടുകാരുടെ നല്ല പ്രോത്സാഹനം ലഭിക്കും. നല്ലൊരു പ്രവൃത്തിയാണ്. ഓക്കെ. ഇവിടെ എങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു? നമ്മുടെ ക്യാമ്പ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ക്യാമ്പ് വളരെ രസകരമാണ്. മാത്രമല്ല ഞങ്ങൾ ഇവിടുത്തെ ബുക്ക് മുഴുവൻ പെയിൻറ് ചെയ്തു. സന്തോഷമായി. ഈ ചിത്രം എന്തിനെ കുറിച്ചുള്ളതാണ്? ഒരു ശിശുബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ തന്നെ വരച്ചു ചിത്രങ്ങളാണ്. എത്ര പേരാണ് ഇത് ചിത്രം ചെയ്തിരിക്കുന്നത്? 5 പേര്. ആരൊക്കെയാണ്? ഗായത്രി ചേച്ചി, അശ്വതി ചേച്ചി, അഖില ചേച്ചി, ജോഷി ചേച്ചി. പിന്നെ മോളെന്ത് പറയുന്നു? ഒന്നുമില്ല. ഈ ക്യാമ്പിലൂടെ കുറേ പഠിക്കാൻ കിട്ടി. പിന്നെ ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടാണ്. ഓക്കെ.
ജ്യോതിലാൽ